ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കൽത്തപ്പമാണ്, നാടൻ കൽത്തപ്പം. ഇത് നമുക്ക് ഈവനിങ്ങൊക്കെ ഒരു സ്നാക്ക് പോലെ ഉണ്ടാക്കി കുട്ടികൾക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ്. ഇതിനായിട്ട് നമ്മളിപ്പോൾ ആദ്യം ചെയ്തിരിക്കുന്ന ശർക്കര ഉരുക്കാൻ വെച്ചിരിക്കണം. ശർക്കര ഇപ്പം നമുക്ക് എന്തോരം കൽത്തപ്പം വേണം അല്ലെങ്കിൽ എന്തോരം മധുരം വേണം അതിനനുസരിച്ച് ശർക്കര ഉരുക്കാൻ വെക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ചെറുപഴം അല്ലെങ്കിൽ ചിങ്ങമ്പഴം, റോബസ്റ്റ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഴം അരിഞ്ഞു വയ്ക്കുക. അത് കഴിഞ്ഞ് കുറച്ച് തേങ്ങ ചിരവി വയ്ക്കുക. തേങ്ങയും പഴം ഇതിന് ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് തേങ്ങ എന്തോരം വേണം, പഴം എന്തോരം വേണം, അതിനനുസരിച്ചിട്ടുള്ള ടേസ്റ്റിനനുസരിച്ച് എടുത്താൽ മതി. ഇപ്പോൾ പഴം കുറച്ച് മധുരം അല്ലെങ്കിൽ പഴത്തിൻ്റെ ടേസ്റ്റ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് പഴം കൂടുതലെടുക്കാം. തേങ്ങ അധികം വേണ്ടെന്ന് ഉള്ളവർക്ക് തേങ്ങ അത്രയും കുറയ്ക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് ജീരകം, ഏലക്കയും ജീരകവും കുറച്ച് മതി. ഇപ്പോൾ നമുക്ക് ആ ഒരു മണത്തിന് വേണ്ടിയിട്ടാണ്, ആ മണവും ഒരു ചെറിയൊരു ഏലക്കയുടെ സ്വാദിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചേർക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റമായിട്ടുള്ള ഗോതമ്പ് പൊടി വേണം. ഈ ഗോതമ്പ് പൊടിയിലാണ് നമ്മൾ കൽത്തപ്പം കുഴച്ചുണ്ടാക്കാൻ പോകുന്നത്. എന്നിട്ട് നമ്മൾ ആ നേരത്തെ എടുത്ത് വെച്ച്, ഇപ്പോൾ ഞാൻ ഇടുന്ന പേസ്റ്റ് എന്താണെന്ന് നിങ്ങൾ ഡൗട്ട് അടിക്കണ്ട. അത് നമ്മൾ നേരത്തെ പഴവും ജീരകവും ഏലക്ക എടുത്ത് വെച്ചില്ലേ, അത് മിക്സിയിലിട്ട് പേസ്റ്റ് പരുവത്തിൽ അടിച്ചെടുത്തേക്കുന്നതാണ്. അതാണ് ഗോതമ്പ് പൊടിയിലേക്ക് ഇട്ടിരിക്കുന്നത്. ഗോതമ്പ് പൊടിയുടെ കണക്കും പിന്നെ അതിൻ്റെ ഒരു മധുരം ബാലൻസ് ആവാൻ ഉപ്പും ചേർത്ത്. ഇനി നമുക്ക് ശർക്കര ഉരുക്കാൻ വെച്ചില്ലായിരുന്നു നേരത്തെ, അത് നമുക്ക് ഈ ഗോതമ്പ് പൊടിയുടെയും ആ പേസ്റ്റിൻ്റെയും കൂടെ ചേർക്കാം. ശർക്കര ചേർക്കുന്നത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരവരുടെ മധുരം എങ്ങനെ വേണം അത് ബാലൻസ് ചെയ്യണ രീതിയിൽ ശർക്കര ചേർത്താൽ മതി. കൂടുതൽ മധുരം വേണമെന്നുള്ളവർ കൂടുതൽ ശർക്കര ചേർക്കാം, അല്ലെങ്കിൽ കുറച്ച് ശർക്കര. എന്നിട്ടിത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മൾ പഴം, തേങ്ങ, ഏലക്ക, ജീരകം കൂടിയിട്ട് അടിച്ച മിക്സ് ഗോതമ്പ് പൊടിയിലേക്ക് ചേർത്തില്ലേ, അതെപ്പോഴും നമ്മുടെ ഗോതമ്പ് പൊടിയുമായിട്ട് ഇതാവണം. അതായത് അത്ര വെള്ളം പോലെ ആവരുത്. കാര്യം നമ്മൾ ശർക്കരയും കൂടി ഉരുക്കി ചേർക്കുന്നത് കൊണ്ട് അത് വെള്ളം പോലെയാ, പിന്നെ ശർക്കരയും കൂടി ചേർത്താൽ പിന്നെ ശരിക്കും വെള്ളം പോലെ ആയിപ്പോവും. അതൊന്നും ബാലൻസിൽ നിന്നിട്ട് വേണം നമ്മൾ ശർക്കര ഉരുക്കി ഒഴിക്കാൻ. ശർക്കര കൂടുതൽ വേണമെന്നുള്ളവരാണെങ്കിൽ പഴവും തേങ്ങയും കൂടി അടിച്ചത് ഭയങ്കര ഒരു കുഴമ്പ് പരുവത്തിലാക്കി എടുക്കാതിരിക്കുക, ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് ശർക്കര നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് അത് നമുക്ക് ചുട്ടെടുക്കാൻ പാകത്തിന് മാവ് പരുവത്തിൽ കിട്ടും. എന്നിട്ട് നമുക്ക് ആ കുഴമ്പ് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ആ പേസ്റ്റ് കുറച്ച് നേരത്തേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് കുറച്ച് നെയ്യ് നമ്മളൊരു പാനിലേക്ക് ഒഴിച്ചിട്ട്, ഈ പാനിൽ തന്നെ ആയിരിക്കും നമ്മൾ കൽത്തപ്പം ഉണ്ടാക്കുന്നത്. അതിന് മുന്നേ കുറച്ച് നെയ്യ് എടുത്തിട്ട് നമുക്കതിലേക്ക് തേങ്ങാക്കൊത്ത് കുറച്ച് വറുത്തെടുക്കാം. ഒരു ബ്രൗണിഷ് കളറിൽ തേങ്ങാക്കൊത്ത് ആവണ വരെ നമുക്ക് നെയ്യിലിട്ട് അതൊന്ന് വറുത്തെടുക്കണം. തേങ്ങാക്കൊത്തുകൾ കുറച്ച്, ഈ തേങ്ങാക്കൊത്ത് പരമാവധി കൂടുതൽ തേങ്ങാക്കൊത്ത് നെയ്യിലിട്ട് വറുത്തതിലേക്ക് ഇടാൻ ശ്രമിക്കുക. കാര്യം അത് നമ്മുടെ കൽത്തപ്പത്തിന് നല്ല ടേസ്റ്റ്. കൽത്തപ്പം കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു രീതിയാകും. കാര്യം ഈ തേങ്ങാക്കൊത്തും പഴമൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കും. അങ്ങനെ ആയിരിക്കും നമ്മുടെ കൽത്തപ്പം. അപ്പോൾ അത് നമുക്ക് കാണാൻ തന്നെ രസമാണ്, കഴിക്കാൻ തോന്നും ആർക്കായാലും. അപ്പം തേങ്ങാക്കൊത്തുകൾ കുറച്ച് കൂടുതൽ എടുക്കാൻ ശ്രമിക്കുക. എന്നിട്ടൊരു ബ്രൗണിഷ് കളർ ആവണവരെ നമുക്ക് നെയ്യിലിട്ട് ചൂടാക്കണം തേങ്ങാക്കൊത്ത്. ഓക്കെ, അപ്പോൾ തേങ്ങാക്കൊത്ത് നമ്മൾ പറഞ്ഞ രീതിയിലായിട്ടുണ്ട്. ഒരു ബ്രൗണിഷ് കളറിൽ തേങ്ങാക്കൊത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര ഉരുക്കിയതിലേക്ക്, നമ്മുടെ ആ കുഴമ്പ് ഉരുവത്തി ശർക്കര ഉരുക്കി വെച്ചിട്ടില്ലേ, ആ മാവിലേക്ക് ശർക്കര ഉരുക്കിയില്ലേ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ തേങ്ങാക്കൊത്ത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കാൻ പറ്റും. നെയ്യൊക്കെ നമ്മൾ ചൂടോടെയാണ് ഇതിലേക്ക് ഇട്ടേക്കുന്നത്. നന്നായിട്ട് ആ മാവിലും കൂടി ആ ചൂട് വരുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് ടൈം എടുത്ത് ഇളക്കുന്നതായിരിക്കും നല്ലത്. ആ തേങ്ങാക്കൊത്തൊക്കെ ഒരു സ്ഥലത്ത് മാത്രം കൂടി കിടക്കാതെ അതെല്ലായിടത്തേക്കും ആക്കി നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ
തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ആ ബാറ്ററിൻ്റെ സംഭവം റെഡിയായി. ഇനി നമ്മൾ ഇത് വെച്ച് കൽത്തപ്പം ചുട്ടാൽ മതി. ഇത് ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. ഇവിടെ പഴം നമ്മൾ അരിഞ്ഞ് ചേർത്തില്ലേ, മിക്സിയിലടിച്ച്, അങ്ങനെ ചേർത്തില്ലെങ്കിൽ കുഴപ്പമില്ല, മിക്സിയിലടിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, പഴം പീസായിട്ട് ചേർക്കാം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് നേരം ഇത് മൂടി വെക്കണം, എന്നിട്ടാണ് നമ്മൾ ചുടാൻ പോകുന്നത്. അപ്പോൾ ആ ടൈമിൽ നമുക്ക് വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് നെയ്യ് ഒഴിക്കാം. കാര്യം അതിലാണ് നമ്മൾ കൽത്തപ്പം ചുടാൻ പോകുന്നത്. അതിലേക്ക് ഇപ്പം ഞാൻ നേരത്തെ, ഇനി നമുക്ക് ഓരോ തവി കൽത്തപ്പം മാവെടുത്തിട്ട് നമുക്ക് കൽത്തപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. അധികം അങ്ങോട്ട് പരുത്തി നേർത്തതാക്കേണ്ട. കാര്യം നമുക്ക് ഈ പഴവും തേങ്ങാക്കൊത്തൊക്കെ ഉള്ളതുകൊണ്ട് നേർത്തെടുത്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നമുക്കത് ചുട്ട് കഴിയുമ്പോൾ അത് എടുക്കാൻ പാടായിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് കട്ടിയിൽ അധികം പരത്താതെ വേണം ഇത് ചുടാൻ. മൂടി വെച്ച് ചുടാം. അപ്പോൾ നമ്മുടെ കൽത്തപ്പം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക. ഇത്രയും ടേസ്റ്റുള്ള വേറെ കൽത്തപ്പം വേറെ കിട്ടാനില്ല. ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് കൽത്തപ്പം. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് സജഷൻസ് അറിയിക്കാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.